ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബേസി. ഇന്ന് നമ്മളിവിടെ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയാൽ, നമുക്കിവിടെ ഉണ്ടോ പലകമീനെ കൊണ്ടുവന്നിട്ടുണ്ട്. പലകമീൻ കണ്ടോ, എന്നാ വലുതാണോ, പലക പോലെ ഇരിക്കുന്ന മീനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ മീനെ എങ്ങനെ കറി വെക്കാം എന്ന് നമുക്ക് നോക്കാമല്ലോ. ഇത് ക്ലീൻ ചെയ്തിട്ട്, ഇത് കണ്ടിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ എന്നാ പറയുന്നതെന്ന് പറയണേ. നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങളൊക്കെ എന്നാ ഇതിന് പേര് പറയുന്നതെന്ന് പറയണേ. ഇതിന് ഞങ്ങൾ പലക മീനെന്നാണ് പറയുന്നത്, പലക. അപ്പോൾ കണ്ടോ, പലക. അപ്പോൾ ഈ മീനെ നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് എങ്ങനെ കറി വെക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ പലക മീനെല്ലാം വെട്ടി ക്ലീനാക്കി കഴുകിക്കൊണ്ട് വന്നേ. എൻ്റെ ഫോട്ടോഗ്രാഫർ ഇവിടെ ഇല്ലായിരുന്നു, അത് കാരണം ക്ലീൻ ആക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനത് വെട്ടി ക്ലീനാക്കി ഇവിടെ കൊണ്ടുപോയി വെച്ചു. ഇനി നമുക്ക് കറി വെക്കുന്നത് നോക്കാം. ചട്ടി നമ്മൾ വെച്ച് എണ്ണ ഒഴിച്ചാൽ എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. ഒരു ഉലുവയും കൂടി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് നമ്മൾ ഇച്ചിരി ഉള്ളിയും കൂടെ ഇട്ടു, ഇഞ്ചി ഇട്ടു. വലിയൊരു കാര്യം ഇടാനുള്ളത്, ഇത് കരിവേപ്പില ഇടണം. നല്ല അടിപൊളി കരിവേപ്പില ഉണ്ടോ, ഇതുണ്ടോ, ഞാൻ പറിച്ചുകൊണ്ട് വന്നത് അടിപൊളി നല്ല കരിവേപ്പിലയാണ്. നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ഉണ്ടോ, അതോടെ ഇട്ട് കൊടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് വഴകാനുള്ള എന്നാന്ന് ചോദിച്ചാൽ, നമ്മളിന്ന് ഈ പലകമീനെ നമ്മൾ മുളകിട്ടാണ് വറ്റിക്കുന്നത്. മുളകിട്ട് വറ്റിച്ചെടുക്കുക. കുടംപുളി ഇട്ട് മുളക്, അത് ചിലയിടത്ത് മുളകുഷ്യമെന്നോ അതൊക്കെ പറയും, മുളകിട്ട് വറ്റിക്കുന്നതിന്. നമ്മളിവിടെ മുളകിട്ട് വറ്റിക്കാന്ന് പറയുക. ഇത് നമ്മുടെ ഇതെല്ലാം വഴന്നായി കേട്ടോ. വഴന്നപ്പോൾ നമ്മൾ ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടി, ഉണ്ടോ, ഇല്ല ഇച്ചിരി ഇട്ട് വഴറ്റുക, മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറാൻ വേണ്ടിയിട്ട് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കിട്ടാം. ഇതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറി കഴിയുമ്പോൾ ഇതിനകത്തോട് നമുക്ക് പുളി ഒഴിക്കാം. പുളിവെള്ളം ഒഴിക്കാം. കുടംപുളി ആയിരുന്നു, കുടംപുളി. കുടംപുളി ഇട്ടു വെച്ച നല്ല പലക മീൻ കറി. വഴലാൻ വേണ്ടി മാത്രമല്ല ഇച്ചിരി ഉപ്പിട്ടുള്ളൂ. ഇനി മീനിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വേണ്ടേ, അതുകൊണ്ട് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് നമ്മുടെ ഇത് എന്തോ പറയാ, നമ്മുടെ മീനിൻ്റെ ഗ്രേവി തിളച്ചു. മീനിട്ട് കൊടുക്കാം. ഇതൊക്കെ മെല്ലെ ഒന്ന് ഉടഞ്ഞൊന്നും പോകരുത്, ഒന്ന് മെല്ലെ ഒന്ന് ഇളക്കി ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇനി ഇത് തിളച്ച് പറ്റണം. നല്ലപോലെ പറ്റി വരട്ടെ. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്താലോ. കറിവേപ്പില ഉണ്ടല്ലോ, അതുകൊണ്ട് ഇത് ശരീരത്തിന് എന്തുകൊണ്ടും നല്ല സാധനമാണ്. കരിവേപ്പില എത്ര ഇട്ടാലും അത്രയും നല്ലതാണ് മീനിന്. നല്ല വെന്ത് തിളച്ച് വരുമ്പോൾ അതിൻ്റെ മണമൊന്ന് വേറെയല്ലേ, അത് ഒന്ന് വേറെ ലെവലാണത്. ഇതൊന്ന് ചുറ്റിച്ചാലും ചുറ്റിക്കാം. ഇതുണ്ടോ, പറ്റി വരുന്നുണ്ടോ. അപ്പോൾ ഒരിച്ചിരി സമയം കൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഓഫാക്കാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വറ്റി വരുന്നുണ്ട്. അപ്പം മീൻ നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ ഓഫ് ചെയ്യാം. നല്ല ഇനി ഇത് മൺചട്ടി ആയത് കാരണം സ്റ്റൗ ഓഫ് ചെയ്താലും അതിലിരുന്ന് കൊളകളാന്ന് തിളച്ച് കുറച്ചുകൂടെ അങ്ങ് പറ്റും. അപ്പോൾ നമുക്ക് ഈ സ്റ്റൗവിനെ അങ്ങ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മുടെ പലക മീൻ മുളകിട്ട് വറ്റിച്ചത് ഇവിടെ റെഡി ആയിരിക്കുന്നു. ഒരു ഡെക്കറേഷനായിട്ട് നമ്മുടെ കറി ഇതാണ്. വേറെ പാത്രത്തിലേക്ക് ഇപ്പം മാറ്റാനായിട്ടില്ല, അത് കാരണം
അങ്ങനെ വെച്ചത്. അപ്പോൾ നമ്മുടെ മുളകിട്ട പലകമീൻ കറി റെഡിയായി കഴിഞ്ഞു. അരപ്പ് എണ്ണയെല്ലാം തെളിഞ്ഞു, മുളക് വറ്റി, കഷ്ണമെല്ലാം ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട്. റെഡിയായി നമ്മുടെ കറി. ഇതോടെ നമ്മുടെ കറി ഫിനിഷായി. ഇവിടെ ഇനി അവിടെ ഇരുന്ന് തണുക്കട്ടെ. അപ്പം നമ്മുടെ ഈ പലകമീൻ മുളകിട്ട് വറ്റിച്ച കറി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് ഇതിനായിട്ടൊരു ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.